ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊരു അന്ത്യമില്ലേ കൈ? ഇയാളെ സെപ്പറേറ്റ് മാറ്റിയെടുക്കാം. വന്നവരെടുത്തു. ചേട്ടാ പടം എങ്ങനെയുണ്ട്? നല്ല പടം, മലയാളി പൊളിയാണ് വെച്ചാൽ നല്ല ഒരുപാട് സന്തോഷം. നിവിൻ പോളിയാണോ ധ്യാനാണോ ഏറ്റവും നല്ല പെർഫോമൻസ്? അത് ലീഡിങ് ആയിട്ട് നിവിൻ പോളിയാണ്. എന്നാലും ധ്യാന് ഒട്ടും മോശമല്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്ദേശങ്ങളും ഒരുപാട് ചിരിക്കാനുമുള്ള നല്ലൊരു ചിത്രം. നിവിൻ പോളി തിരിച്ചു വരുവാണോ? നിവിൻ പോളി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഉണ്ടായിരുന്നല്ലോ, നല്ലപോലെ ചെയ്തല്ലേ. നായകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പത്രമാണ്. മോനെ പടം എങ്ങനെയുണ്ട്? അടിപൊളി ഹിറ്റാണ് പടം. ഞാനും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ പടത്തിൽ ഞാൻ ചെറിയ റോള് ചെയ്യുന്നുണ്ട്. കരയാനും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്, എല്ലാം കൂടെ കലർന്ന ഒരു സിനിമ എന്നൊക്കെ പറയാം. നിവിൻ ചേട്ടൻ എങ്ങനെയുണ്ട്? നിവിൻ ചേട്ടൻ അടിപൊളി, രക്ഷയില്ല. ധ്യാൻ ചേട്ടനോ? ധ്യാൻ ചേട്ടൻ കോമഡിയാ, നല്ല കോമഡിയാണ്. ഫുൾ കോമഡി പടമാണോ? അല്ല, ഫുൾ കോമഡി അല്ല. കോമഡി ഉണ്ട്, സങ്കടമുണ്ട്, പിന്നെ ഒരു വിജയം. ഇത് നല്ലൊരു വിജയമാണ്. താങ്ക് യു. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം? എന്റർടൈനിങ് ആണ്, കരച്ചിലുണ്ട്, ഒരു മോട്ടിവേഷൻ പോലെ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ് പടത്തില്? നിവിൻ പോളി തന്നെ. പെർഫോമൻസ് ആണോ? ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, നിവിൻ പോളിയുടെ ചെറുപ്പം. അടിപൊളി. ധ്യാൻ ചേട്ടൻ എങ്ങനെയുണ്ട്? ധ്യാൻ ചേട്ടൻ പൊളിച്ചു. അപ്പോ ഇമോഷണൽ പടമാണോ? മോട്ടിവേഷനാ. ആദ്യം കോമഡി പോലെ കാണിക്കും, പിന്നെ നിങ്ങളൊക്കെ പോയി കാണണം. പറഞ്ഞ അതിന്റെ സുഖം പോകും. പേരെന്തായിരുന്നു? നിവിൻ. അല്ല, മോന്റെ പേര്? എന്റെ നിവിൻ. നിവിൻ തന്നെയാണ്. ഓക്കെ, നിവിൻ പോളി ചെറുപ്പമാണല്ലേ? ഓക്കെ, താങ്ക് യു. ചേട്ടാ എങ്ങനെയുണ്ട്? ചേട്ടാ പടം കൊള്ളാം, നല്ല ഒരു വ്യത്യസ്തമുള്ള ഒരു പടമാണ്. പിന്നെ അതിനകത്ത് ഒരു വിഷയം പരിചയമാണ്, എഡ്യൂക്കേഷൻ എന്താണ് വളരെ അത്യാവശ്യമാണ്. അത് നമ്മളൊരു മലയാളിയായ നിവിൻ പോളിയിലൂടെ പറയാനായിട്ട് ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ കോമഡിയിലാണെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം വളരെ നമ്മുടെ ആടുജീവിതത്തിലേക്ക് തുടക്കം വരുമ്പോൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തോന്നുന്നു നമുക്ക് ആടുജീവിതമൊക്കെ എടുത്ത് തോന്നുന്നു. കരയോ? ഒത്തിരി സെന്റിമെന്റ് സീനൊക്കെ ഉണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. എന്താണ് പടത്തിന് മലയാളി ഫ്രം ഇന്ത്യ ഇട്ടിരിക്കുന്നത്? അതായത് മലയാളി ഒരു മെസ്സേജാണ് ഇതിൽ കൊടുക്കുന്നത്. അതായത് വിദ്യാഭ്യാസം അത് ഏറ്റവും ഉന്നതമാണ്. അത് ഐക്യരാഷ്ട്രസഭയിൽ വരെ ഞാൻ കഥയിലേക്ക് പോകുന്നില്ല, അത് പറയാൻ പോലെ സ്പോയിലറാം. എങ്കിലും പടം നന്നായിട്ട് നിവിൻ പോളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ജു പിള്ള നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പാകിസ്ഥാനിയായിട്ട് അഭിനയിക്കുന്ന നടൻ, ഹിന്ദി നടൻ ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം ഒരു സീരിയസ് മൂവിയാണ്. പടം ഒട്ടും ലാഗില്ല. ഫസ്റ്റ് ഹാഫിൽ ഫുൾ കോമഡിയാണ്. ധ്യാനും നിവിനും ചേർന്ന്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ സെന്റിമെന്റ്സ് ഉണ്ട്. എന്നാൽ ഒപ്പം തന്നെ സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല എന്റർടൈനറാണ്. ഒരു ചേട്ടൻ പറഞ്ഞു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ ഒരു ആടുജീവിതം തന്നൊരു ഫീലൊക്കെ. ആടുജീവിതം പോലെയാണ്, അത് കുറച്ച് കോമഡി സെന്റിമെന്റ്സ് എല്ലായിട്ട് കാണിക്കുന്നത്. ആടുജീവിതം പോലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫിൽ. അതുപോലെ അത് കുറച്ച് കോമഡി സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. ആടുജീവിതമാണ് റിയൽ സെന്റിമെന്റ്സ് ആണ്, ഇതിൽ കോമഡി ഉണ്ട്, എല്ലാ എലമെന്റ്സും ഉണ്ട്. നല്ലൊരു എന്റർടൈനറാണ്. ഒപ്പം മെസ്സേജും ഉണ്ട്. 100 കോടി എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇപ്പം എല്ലാ പടം 100 കോടിയല്ലേ, ഏത് പടം ഇട്ടാൽ 100 കോടിയാണ്. എന്തായാലും നല്ലൊരു മെസ്സേജ് ഉണ്ട്, ഒപ്പം എന്റർടൈനറാണ്. ഡിജോയുടെ എല്ലാ പടം പോലെ ഡിജോയുടെ ഇതുപോലെ ജനങ്ങൾ വളരെ രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഉണ്ട്. മലയാളി ഫ്രം ഇന്ത്യ പൊളിറ്റിക്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, റിലീജിയനും ഉണ്ട്. നിവിൻ പോളിയുടെ ഒരു നായകൻ എന്നുള്ള നിലയിൽ ഒരു തിരിച്ചു കോമഡി മാത്രമല്ല എല്ലാം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ശക്തമായ ടീച്ചറുമാണ് ധ്യാൻ. ഫസ്റ്റ് ഹാഫിലെ മെയിൻലി എന്നാണ് കോമ്പിനേഷൻ. പിന്നെ എനിക്ക് ഒരു നെഗറ്റീവ് തോന്നിയത് നിവിനും അനശ്വരാജ് ആ പേരും ശരിയാവില്ല, പ്രായ വ്യത്യാസവും. ആ ഒരു നെഗറ്റീവ് ഞാൻ കണ്ടു. ഇല്ലെങ്കിൽ നല്ലൊരു എന്റർടൈനറാണ്, ഒപ്പം നല്ല മെസ്സേജും ഉണ്ട്. വേറെ ആരെയൊക്കെയാണ് എടുത്തു പറയാവുന്ന ഈ സിനിമയിൽ? മഞ്ജു പിള്ള അനജിലുണ്ട്, അമ്മയായിട്ട് അനജിലുണ്ട്. സലീംകുമാർ നല്ല രാഷ്ട്രീയക്കാരായിട്ടാണ് ലൈഫിൽ. കോമഡി റോളാണോ? കോമഡി അല്ല, സീരിയസ് ആയിട്ട്. ടോട്ടൽ ഒരു ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും? 9 കൊടുക്കാം. തിയേറ്ററിൽ പോയി കണ്ട പടം തന്നെയാണ്. റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും? റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു. പടം ഒരു കോമഡി എന്റർടൈനറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഫുൾ കോമഡി കാര്യങ്ങളാണ്. അതായത് ധ്യാനിൻ്റെ ആയാലും നിവിൻ പോളിയുടെ കോമ്പിനേഷനൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രേമം, അതെന്ന് പറഞ്ഞാൽ ശരിക്കും പണിയും കൂലിയൊന്നും ഇല്ലാണ്ട് പാർട്ടിക്കാരനായ 2 ചെറുപ്പക്കാർ, അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം കാട്ടിക്കുന്നത്. പക്ഷേ ഒരു പാർട്ടീനെ മാത്രമല്ല 3 പാർട്ടീനെയും
നല്ല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അത് അത്ര വൾഗറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ കഥ വന്നത്. അത് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ മറ്റേ ആടുജീവിതത്തിൽ നജീബിൻ്റെ എൻട്രി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ എൻട്രി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പടം അത് സ്ലോ പേസിലേക്ക് ഇനി പോവായിരിക്കും വിചാരിച്ചത്. പക്ഷെ ആ രീതിയൊക്കെ മാറ്റിക്കളഞ്ഞ പോലെ അതിൻ്റെ സെക്കൻഡ് ഹാഫ് അത് ശരിക്കും കോമഡി തന്നെ പിന്തുടർന്നു. പിന്നെ ക്ലൈമാക്സ് വന്നപ്പോൾ നിവിൻ പോളിയുടെ ശക്തമായ കഥാപാത്രം, അതിൽ ശക്തമായ ഒരു അഭിനയം അങ്ങനെയാണോ പറയാം. അതിൽ മറ്റേ അഗ്നിചിറകൾ എന്നൊക്കെ പറഞ്ഞ് ഒരു മോട്ടിവേഷൻ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് രോമാഞ്ചം ഇതൊക്കെ കിട്ടും. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അലമാരിയിൽ സച്ചിൻ്റെ ഫോട്ടോ. കഥ ഫുള്ള് പറയണോ? ഇല്ല, ഇത് കഥയല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീല് അത് നമുക്ക് പറയണമല്ലോ. സച്ചിൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു കുളിര്, ഒരു രോമാഞ്ചം കയറില്ലേ, അതൊക്കെ എനിക്ക് ശരിക്കും കിട്ടി പടത്തിൽ നിന്ന്. എന്തായാലും തിയേറ്റർ വാച്ചുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഷുവറായിട്ടും എല്ലാവരും കാണേണ്ട പടം തന്നെയാണ്. അതായത് ഒട്ടും ലാഗ് എനിക്ക് തോന്നിയില്ല. പിന്നെ അത് കഥ ലാഗ് തോന്നിയില്ല. ഫുൾ കോമഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ താങ്ക് യു. മോന്റെ പേരെന്താണ്? ആര്യദത്തൻ. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? ഏത് റോളാണ് അഭിനയിച്ചിരിക്കുന്നത്? അതില് നാട്ടിലൊരു കുട്ടിയായിട്ടാണ്. ആ കുട്ടി ഇവരടുത്ത് രണ്ടിടത്തും ദേഷ്യമാണ്. നീനേട്ടൻ്റെ അടുത്തും ധ്യാനേട്ടൻ്റെ അടുത്തും ഭയങ്കര ദേഷ്യമാണ്. അടിയൊക്കെ കൂടും, എപ്പോഴും അടിയൊക്കെ കൂടും. നമ്മളെ സ്റ്റമ്പും ബാറ്റൊക്കെ കൊണ്ടാണ് ഈ നീനേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ഒരു ദേഷ്യമൊക്കെ കൂടെ ഉള്ളു. അങ്ങനത്തെ ഒരു റോളാണ് ചെയ്തത്. അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് അഭിനയിക്കാണോ? ഞാൻ ഫസ്റ്റ് അഭിനയിച്ച സിനിമ മാരിയില്ലും ഗോപുരം, പക്ഷെ അത് ഇറങ്ങിയില്ല. റിലീസാവുന്ന ഫസ്റ്റ് പടമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ കണ്ടപ്പോൾ പടം? ഫസ്റ്റ് പടം കണ്ടപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമ തിയേറ്ററിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ടെൻഷനൊക്കെ മാറി. അടിപൊളിയായിരുന്നു സിനിമ. ആളുകളുടെ പ്രതികരണങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ കാണുമ്പോൾ? ഓരോ സീനും കഴിയുമ്പം ഇപ്പം കോമഡി ആണെങ്കിൽ എല്ലാവരും ചിരിക്കും, സെൻഡി ആണെങ്കിൽ എല്ലാവരും ഒന്ന് ലോ ആവും. അത് കഴിഞ്ഞാൽ ഒരു വിജയം എന്നൊക്കെ പറയുമ്പോൾ ക്ലാപ്പടിയുടെ മേളമായിരുന്നു. പിന്നെ ആ ഒരു സിനിമ തന്നെ അടിപൊളിയാണ്. ധ്യാനേട്ടനും പറയണ്ട. അപ്പോൾ ഈ പടം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ കണ്ണിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി കാണാനുള്ളവരോട് എന്താ പറയാനുള്ളത്? കാണാനുള്ളവരോട് ഇത് ഒരു മലയാളി കണ്ടിരിക്കണം. ഈ പടം ഇത് ഒരു ഒത്തൊരുമയുടെ പടമാണ്. അപ്പം ഒരു അടിപൊളി പടമാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണണം. മാക്സിമം എല്ലാവരും കാണണം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നീമ്പോളുടെ ഒരു മലയാള ചിത്രം ഇറങ്ങിയിരിക്കുകയാണ്. മലയാളി ഫ്രം ഇന്ത്യ അവരുടെ കോസ്റ്റ്യൂമിലാണ് വന്നിരിക്കുന്നത് പ്രൊമോഷനുണ്ട്. അപ്പോൾ നീമ്പോളുടെ ഒരു ആരാധന എന്ന നിലയിൽ ഒരു മികച്ച നേരിട്ട് നിൽക്കുന്ന സിനിമയാണ്. കാരണം അത് വ്യത്യസ്തം നിറഞ്ഞ ഒരു അഭിനയ ജീവിതത്തിലെ തന്നെ ഒരു നീമ്പോളുടെ ദാരുണ്യമായിട്ടുള്ള അഭിനയമാണ്. തുറമുഖം എന്ന സിനിമയ്ക്കും 1983 ശേഷം അത് വ്യത്യസ്തമായിട്ടുള്ള അഭിനയ പ്രാധാന്യമുള്ള റോളാണ്. കാരണം കോമഡി ഉണ്ട്, സീരിയസ് ഉണ്ട്, നർമ്മമുഹൂർത്തങ്ങളുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഫാമിലിക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് കാണാൻ പറ്റുന്ന ഒരു എൻഗേജിങ് സിനിമയായിരിക്കും. ഒരു സസ്പെൻസ് ഇമോഷണൽ സിനിമയായിരിക്കും. ഓരോ ഇന്ത്യക്കാർക്കിടയിലും ഒരു മലയാളി ഉണ്ടാവും. ഏതൊരു മലയാളിയും കാണേണ്ട, ഒരു മനസ്സിലാക്കേണ്ട ഒരു മതത്തെ സ്നേഹിക്കണം, പക്ഷേ അത് ആക്രമണത്തിലേക്ക് പകരുന്ന മെസ്സേജ് ഉള്ള സിനിമയാണ്. നിവിൻ പോളി ഫാനാണോ? അതെ. ഇതാരോ തന്നെ പ്രൊഡക്ഷൻ ടീം ആണോ? അപ്പോ നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചറിവ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നിവിൻ പോളിയുടെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ്. അപ്പോൾ ഇതിൽ വേറെ ആരൊക്കെയാണ് നല്ല പെർഫോമൻസ് നടത്തിയിരിക്കുന്നത്? ഇതിൽ നമ്മുടെ മഞ്ജു പിള്ള മാഡം നല്ല രീതിയിൽ തന്നെ അമ്മ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ധ്യാനേട്ടൻ ചേട്ടനൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. 100 കോടി അടിക്കോ? 100 കോടി അടിക്കോ? ക്ലബിൽ കയറുന്നറിയില്ല. അത്യാവശ്യം ഒരു ഹാസ്റ്റിക് ഹിറ്റ് ആയിരിക്കും. ആണോ? ഉറപ്പായിട്ട് ഹിറ്റ് ആവും. ഉറപ്പാണ്. ഒരു 50 ദിവസം ഓടും. ഓക്കെ താങ്ക് യു ബ്രോ. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം സൂപ്പർ പോളി സിനിമയാണ്. നിവിൻ പോളി സാറ് കത്തി ബാക്കി തന്നെ പറയും. ഈ സിനിമ കേരളത്തിൽ കത്തിക്കും. ഈ സിനിമ 100 കോടി എന്തായാലും അടിക്കും. ആദ്യം തന്നെ നമ്മൾക്ക് പറയാൻ പറ്റും. നല്ല മഞ്ജു ചേച്ചിൻ്റെ അഭിനയം സൂപ്പർ അഭിനയമാണ്. നമുക്ക് ആ ഒരു വിദേശത്ത് പോയിട്ടുള്ള ആ സംഭവം നമ്മളുടെ രീതിയിൽ പുറത്ത് വിദേശത്ത് പോയിട്ട് നമുക്ക് എങ്ങനെ ഒരു കൂട്ട് കിട്ടിയാൽ നമ്മൾക്ക് ആ ഒരു സാർഥ ബന്ധം എങ്ങനെ നിൽക്കും എന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആ കുട്ടിക്കൊരു ഉപദേശം, അച്ഛൻ കൊടുക്കുന്ന ഉപദേശം എങ്ങനെ ആയിരിക്കണമെന്ന് ഈ സിനിമയിൽ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ സിനിമ 100 കോടി ആയിരിക്കും. അതുപോലെ തന്നെ ജിജോ
ജോൺ സാറിനോട് എങ്ങനെ പറയണമെന്ന് അറിയില്ല. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ഒരു സിനിമയാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. എല്ലാം മൊത്തത്തിൽ അഭിനയിച്ചവരെല്ലാം അഭിനേതാക്കളെല്ലാം ഭയങ്കര പെർഫോമൻസാണ്. കത്തിപ്പാറു തന്നെ പറയും. പടം പാറുകയാണ്. നിവിൻ പോളി സാർ പാറുകയാണ്. ഓക്കെ ചേട്ടാ, പടം എങ്ങനെയുണ്ട്? തിരിച്ചൊരു പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം. പടം എങ്ങനെയുണ്ട്? മോട്ടിവേഷൻ ആണ്. കോമഡി ആണോ? കോമഡി എല്ലാം ഉണ്ട്. ഓക്കെ, പടം എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി പടം. പടം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പടം എങ്ങനെയുണ്ട്? നല്ല മൂവിയാണ്. നിവിൻ പോളിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? കോമഡി പടമാണ്. കോമഡി ഉണ്ട്, ഇമോഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താണ് ഈ പടത്തിന് മലയാളി ഫ്രം ഇന്ത്യ എന്ന് ഇട്ടിരിക്കുന്നത്? എന്തെങ്കിലും പൊളിറ്റിക്സ് ആയിട്ടൊക്കെ കാണുമ്പോൾ അറിയാലോ. ഓക്കെ, ശരി. പടം എങ്ങനെയുണ്ട്? നിവിൻ ഈസ് ബാക്ക്. ചേട്ടാ, പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പടം എങ്ങനെയുണ്ട് ബ്രോ? പടം എങ്ങനെയുണ്ട്? വേറെ ലെവല്. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? നിവിൻ പോളിന്റെ തിരിച്ചുവരവാണോ? അടിപൊളി. ചേട്ടാ, പടം എങ്ങനെയുണ്ട്? എനിക്ക് ഡ്രാഗിങ് ഫീൽ ചെയ്തു സിനിമയ്ക്ക്. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി ചെറുതായിട്ട്. ഉറങ്ങിപ്പോയോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എല്ലാം കൂടി ഒരു കൂട്ടി കുഴച്ച പോലെ എനിക്ക് തോന്നുന്നു. വലിയൊരു ഫാനാണ് പുള്ളി. നിവിൻ പോളിയുടെ ഈ പടം കാണാനായിട്ട് മാത്രം ഇന്ന് ആൾ ആക്ച്വലി ഇന്ന് അവധിയും കൂടിയാണ്. എന്നാലും ഫസ്റ്റ് തന്നെ വന്ന് കാണണം എന്ന് വിചാരിച്ച് വന്നതാ. പക്ഷെ അപ്പം നിവിൻ പോളിയുടെ പെർഫോമൻസ് ഇഷ്ടം, അടിപൊളിയായിട്ടുണ്ട്. പെർഫോമൻസ് ഇഷ്ടമായി. എല്ലാവരും ധ്യാൻ ശ്രീനിവാസിന്റെ പെർഫോമൻസ് ഇഷ്ടമായി. എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും സിനിമയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അതായത് ഡിജോ ജോസ് ആന്റണിയുടെ മുമ്പത്തെ പടങ്ങൾ വെച്ച് ഏറ്റവും മോശം പടം. അതായത് അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിലും പുള്ളിക്ക് ഇതിൽ പുള്ളിയുടെ ആ ഒരു സാധനം ഇടാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ പടങ്ങൾക്ക് എപ്പോഴും ഒരു ഗ്രിപ്പ് ഉണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ര ഒരിക്കലും ഒരു മടുപ്പിക്കോ ഒരു ഇത് വരില്ല. കാരണം പുള്ളി ഫീൽ ചെയ്തു ഡ്രാഗിംഗ് സ്ക്രിപ്റ്റിലാണോ? ഒരു ഇച്ചിരി ഡ്രാഗിംഗ് ഫീൽ ചെയ്തു, അത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. ചേച്ചി, റിവ്യൂ ഒന്ന് പറയാമോ? മലയാളി ഫ്രം ഇന്ത്യ എങ്ങനെയുണ്ട്? അടിപൊളി മൂവിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല എൻ്റർടൈനിങ് ആ, കോമഡി ഉണ്ട്, പിന്നെ ഫാമിലി ഫീലിങ്സ് നല്ലപോലെ വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മ്യൂസിക്കും നല്ല അടിപൊളിയാണ്, നല്ലതായിട്ട് എൻജോയ് ചെയ്തു. വളരെ ഇമോഷണൽ മൂവിയാണെന്ന് ചിലർ പറയുന്നുണ്ട്. അത് എല്ലാം കൂടെ ഒരു മിക്സ്ചറാ, കോമഡിയുടെയും നമ്മുടെ ഫീലിങ്സ് വരുന്ന കുറേ സീൻസ് ഉണ്ട്, എല്ലാം കൂടെ ഒരു മിക്സ്ചറാണ്. അപ്പോൾ ഡിജോ ജോസ് ആന്റണിയുടെ ഇതിന് മുമ്പത്തെ 2 പടങ്ങൾ കണ്ടിരുന്നു. സാറ നന്നായി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സാർ അഭിനയിച്ചിട്ടുണ്ട് പോർഷൻ. ഡിജോ ജോസ് സാർ അഭിനയിച്ചിട്ടുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തോ അത്യാവശ്യം ഒരുപാട് ആളുകളെ ഡയറക്റ്റ് പറയുന്നുണ്ട്, കുത്തി പറയുന്നുണ്ട്. ചില ആളുകളെ അത് സംഘടനകളെ എന്തുവാകാം. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഇത്ര തുറന്നടിച്ച് പറയുമ്പോൾ ഈ സിനിമ ആ ഒരു വിഭാഗത്തിലേക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ മൂവി ഓരോ സ്റ്റോറിയാണ്. പിന്നെ അത് അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, അല്ലാത്തവർക്ക് ഞാനങ്ങനെ രീതിയിൽ എടുത്തിട്ടില്ല. നമുക്ക് രാഷ്ട്രീയം തോന്നും മിക്സ് ചെയ്യുന്നൊരു എനിക്കത് ഇഷ്ടമല്ല. ഞാനത് രാഷ്ട്രീയത്തിൻ്റെ അഭിപ്രായം പറയത്തില്ല. അപ്പോൾ ഈ നിങ്ങളുടെ ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങിയപ്പോൾ ഇന്റർവെല്ലിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വിചാരിച്ചിരുന്ന സെക്കൻഡ് ഹാഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകും, ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ഡിജോ പടമായി മാറും, ഒരു എന്റർടൈൻമെന്റിൽ നിന്ന് വഴി മാറുമെന്ന് വിചാരിച്ചിരുന്നു? അല്ല, ഇന്റർവെല്ലിൽ നല്ലൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു, നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പടം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നല്ലേ? മലയാളി ഫ്രം ഇന്ത്യ മലയാളികൾക്ക് അഭിമാനത്തോടെ കാണാൻ പറ്റുന്ന സിനിമ തന്നെ. നല്ല സോഷ്യൽ മെസ്സേജ് കൊടുത്ത പടമാണ്, അടിപൊളിയാണ്. കുറേ കാലത്തിന് ശേഷം നിവിൻ പോളിയുടെ ഒരു കംബാക്കുമാണ് സിനിമ. നിവിൻ പോളി ഏറ്റവും നല്ലത് അഭിനയിക്കുന്നത് കോമഡിയാണ്. അപ്പോൾ ഇതിൽ അത് എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ട്? ചിലരൊക്കെ ചിലർ പറയുക ഓരോരുത്തർക്ക് അതൊക്കെ പറഞ്ഞു കൊടുത്തുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഏത് റോള് കൈകാര്യം ചെയ്യാൻ നിവിൻ പോളി കൊണ്ട് പറ്റുമെന്ന് ഇവിടെ തന്നെ തെളിയുകയും ചെയ്തു. അതിപ്പോൾ കോമഡി ആയാലും ശരി, ഇമോഷണൽ എലമെന്റ്സ് ഒക്കെ ആണെങ്കിലും നന്നായി കൈകാര്യം ചെയ്യാൻ പുള്ളിയെ കൊണ്ട് സാധിച്ചു. ഷുവർ ഹിറ്റാണോ പടം? ഉറപ്പല്ലേ, ബ്ലോക്ക് ബസ്റ്റർ ആണ്. ബ്ലോക്ക് ബസ്റ്റർ ആണ്. ഓക്കെ, താങ്ക് യു ബ്രോ. ചേട്ടാ, പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നമ്മൾ നിർമ്മിച്ച സിനിമയല്ലേ. ഓക്കെ, താങ്ക് യു.